Sometimes a simple plate of food carries more weight than words. Hi, welcome to E-Stories. Read, listen, know and think. സന്തോഷിച്ചിരിക്കാനും എഴുതിയ മനുഷ്യൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള അത്യന്തം വ്യത്യസ്തമായ ഒരു നോവലാണ് ബിരിയാണി. ഈ ചെറുകഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശപ്പ് മാത്രമല്ല, കാരുണ്യം, ദയ, സ്നേഹം തുടങ്ങിയ മനുഷ്യമൂല്യങ്ങളാണ്. സന്തോഷിച്ചിരിക്കാനത്തിൻ്റെ കഥകൾ കാലത്തിൻ്റെ കണ്ണാടി പോലെയാണ്. അതുകൊണ്ട് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥയാണ് ബിരിയാണി. ബിരിയാണി എന്ന കഥ അതിൻ്റെ മാധുര്യത്തിലും കാഠിന്യത്തിലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ചെറുകഥയാണ്. ബിരിയാണി ഈസ് വൺ സച്ച് സ്റ്റോറി, ഷോർട്ട് ബട്ട് ഹോണ്ടിങ്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എന്നെ കാണുന്ന നിങ്ങൾ ആരും തന്നെ ഈ കഥയുടെ കാഠിന്യം യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പോകുന്നില്ല. വിശപ്പിന്റെ കാഠിന്യം ഈ ലോകത്തില്ലാത്ത കാലത്തിന് നമുക്ക് കാത്തിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ അധികരിച്ചു വരുന്ന ധൂർത്ത്, ധാരാളിത്തവും വളരെ ലളിതമായി നമുക്ക് ഇവിടെ ഈ നോവലിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. അതോട് ചേർന്ന് തന്നെ അതിൻ്റെ മറുവശം, ദാരിദ്ര്യവും ആഗ്രഹവും എല്ലാം നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് കഥാകൃത്ത് കാണിച്ചു തരുന്നുണ്ട്. ദാരിദ്ര്യം മൂലം, പട്ടിണി മൂലം തൻ്റെ കുടുംബത്തെ നഷ്ടപ്പെടുന്ന, തൻ്റെ മകളെ നഷ്ടപ്പെടുന്ന ഒരു പിതാവിനെയും നമുക്ക് ഈ ചെറുകഥയിൽ കാണാൻ സാധിക്കുന്നതാണ്. ബിരിയാണി ഒരു ഭക്ഷണമല്ല, അത് ഇച്ഛയുടെ പ്രതീകമാണ്. സമ്പന്നന് സാധാരണമായത്, മറ്റു ചിലരുടെ സ്വപ്നത്തിൽ ഇടം പിടിക്കാൻ പോലും പാടില്ലാത്തത്. ഈ ആധുനിക ലോകത്ത് എന്താണ് മനുഷ്യന്റെ മൂല്യം? ഒരു പാക്കറ്റ് ഭക്ഷണം കിട്ടാത്തവന്റെ മനുഷ്യത്വം എവിടെ പോയി? സാമൂഹിക നീതിയും കരുണയുമില്ലാതെ നമുക്ക് ഒരു ജനതയായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നീ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല. എന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നാം തേടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിശപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ വികാരം. ശേഷം ആ വിശപ്പ് പല രീതിയിൽ രൂപാന്തരപ്പെടുന്നു. അതിൻ്റെ ശമനത്തിനായി നാം കെട്ടിയാടുന്ന വേഷങ്ങളാണ് ഓരോ ജീവിതവും. ബിരിയാണി ഒരു കാഴ്ചപ്പാടാണ്. ദ കോസ്റ്റ് ഓഫ് ബീയിങ് പുവർ, ഹൗ ഈവൻ ദ സ്മോളസ്റ്റ് ഡിഗ്നിറ്റി ഈസ് ഡിനൈഡ് ടു ദ പുവർ എന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം ബാക്കി വെച്ച് രചയിതാവ് ഈ കഥ അവസാനിപ്പിക്കുന്നു. ശേഷം ഇതിൻ്റെ ഉത്തരങ്ങൾ തേടേണ്ടത് നാം ഓരോരുത്തരുമാണ്. ആർഭാടത്തിലും ദൂരത്തിലും ജീവിക്കുന്ന പുതിയ കേരള സമൂഹത്തെ ചിന്തിപ്പിക്കുന്ന ഒരു നോവലാണ് സന്തോഷിച്ചിരിക്കാനത്തിൻ്റെ ബിരിയാണി. തീർച്ചയായും വായിച്ചിരിക്കേണ്ട നോവൽ, എല്ലാ കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെടേണ്ട നോവൽ. ഇത് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു ചെറുകഥയാണ്. നമ്മുടെ ഓരോ തീന്മേശയിലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ചെറുകഥ. തീർച്ചയായും ഈ കഥ നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. ഇത്രയും നേരം എന്നെ കേട്ടതിന് നന്ദി. വീണ്ടും കാണാം മറ്റൊരു കഥയുമായി.